എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, സാമ്പത്തിക ഏർപ്പാടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. 35ൻ്റെ പ്രത്യേകത. 35ഉം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ എണ്ണമായ 13 കൂടി കൂട്ടുമ്പോഴോ 48, 48 വന്നു കഴിഞ്ഞാൽ 8 × 12 ആദർശത്തിന് മുൻതൂക്കം കൊടുക്കും. ആദർശം എൻ്റേതായ ആശയം എപ്പോഴും നല്ലതാണ്, പൂർണ്ണമായിട്ട് വിജയമാണെന്നുള്ള രീതിയിൽ. പക്ഷേ ആദർശം ഈ കലികാലത്തിൽ എല്ലായിടത്തും വിജയിക്കത്തില്ല, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് എൻ്റേതായ രീതിയിൽ ആദർശങ്ങളുണ്ട്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? പക്ഷെ ഞാൻ ആരെയും ശല്യം ചെയ്യാൻ പോകുന്നില്ല. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു സയൻസിൻ്റെ വിഭാഗം പൊതുജനങ്ങൾക്ക് അറിയില്ലാത്ത കാര്യം പബ്ലിക്കിലേക്ക് ഞാൻ വിളമ്പുകയാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടാകാം. അതുകൊണ്ടാണ് ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയുന്നത്. അവർക്ക് അറിവില്ലായ്മയുടെ പേരിലാണ്. അവരുടെ വിചാരം അവർ പഠിച്ചത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ള എല്ലാം തെറ്റാണെന്ന് ചിന്തിക്കുന്ന ചില അധമന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ആദർശമുണ്ട്. അതുപോലെ ഷാജൻ സ്കറിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദർശമുണ്ട്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. 48 വന്നാൽ കാലാനുസൃതമായ രീതിയിൽ ആദർശങ്ങളെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഷാജൻ എന്നാണല്ലോ എപ്പോഴും പറയുക. ഷാജൻ സ്കറിയ എന്ന് പൊതുവെ ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നു. ഷാജനെ അദ്ദേഹത്തെ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഷാജൻ സ്കറിയെ പറ്റി പറഞ്ഞു വരുമ്പോൾ പിന്നീട് ഷാജൻ എന്നാകും, ഫുൾ നെയിം ഉപയോഗിക്കത്തില്ല. ഷാജൻ്റെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 16. 16 നമുക്കറിയാമല്ലോ, നമ്മുടെ ഇമേജ് തകർക്കും. എത്രയോ പേരുടെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്രയോ സെലിബ്രിറ്റീസിൻ്റെ പേരിൽ ഈ 16 അതിൻ്റെ ശ്രേണികളും വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് വരെയും കെട്ടിപ്പടുത്ത ഇമേജ്, നമുക്ക് പബ്ലിക്കിലുള്ള മാർക്കറ്റ് അത് നഷ്ടപ്പെടും. ഷാജനത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മിനിഞ്ഞാന്നത്തെ പബ്ലിക്കിൽ കിടന്നുള്ള അടി കിട്ടിയതിൻ്റെ പേരിൽ. അദ്ദേഹത്തെ നമ്മൾ ആക്ഷേപിക്കില്ല, അടി കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ആ 16 വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ദൂഷ്യം. അദ്ദേഹം എന്നെ കണ്ടാൽ ഒരു വിദഗ്ധനായ രീതിയിലല്ലേ വേറെ ഏതെങ്കിലും ഒരു പ്രോണോളജിസ്റ്റിനെ കണ്ടാൽ പേരിൽ ഭേദഗതി ചെയ്താൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും, ഒരു സംശയവുമില്ല. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഈ പറയുന്നത്. എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത് വെറുതെ അല്ലല്ലോ, പബ്ലിക്കിൻ്റെ കാര്യമല്ലേ നിങ്ങളോട് പറയുന്നത്, സെലിബ്രിറ്റീസിൻ്റെ കാര്യം, 4 ആൾ അറിയുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഷാജൻ്റെ പേരിൽ ഒരു ഭേദഗതി ചെയ്താൽ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകും. ഷാജിനുമായിട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിനോട് പറയൂ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ. ക്രോണോളജി അനുസരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റം വരുത്താൻ പറ്റും. നിങ്ങളുടെ പേരിലും 16 ഉണ്ടെങ്കിൽ നിങ്ങൾ ഭേദഗതി ചെയ്യണം. ഈ 16 വന്നു കഴിഞ്ഞാൽ ഇതിനു മുമ്പായിട്ടുള്ള വീഡിയോയിലുണ്ട്. 16 വന്നാൽ യാത്രാവേളകളിൽ ഒരു അപകടം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ചാണല്ലോ അദ്ദേഹത്തെ 4-5 പേര് കൂടി അറ്റാക്ക് ചെയ്തത്. യാത്രാവേളയിലായിരുന്നു, അത് കാറിനകത്ത് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ 16കാരെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന് 129 കേസുകളുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു